ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ഇന്ന് ഒരു കടുവയുടെയും മാൻപേട കുഞ്ഞിൻ്റെയും കഥയാണ് കേട്ടോ. കഥയുടെ പേര് ധീര. പണ്ട് മഞ്ചാടിക്കാട്ടിൽ നടന്ന ഒരു കൗതുകം തോന്നിപ്പിക്കുന്ന ഒരു കഥ പറയട്ടെ. മഞ്ചാടിക്കാട് നല്ല ഭംഗിയാണ്, അതോടൊപ്പം നിഗൂഢത നിറഞ്ഞതുമാണ്. ഒരു ദിവസം രാത്രി നല്ല ഇരുട്ടുണ്ട്. ഒരു മാൻകുഞ്ഞ് ഒരു ചോലയുടെ തീരത്ത് തണുത്തു വിറച്ചു നിൽക്കുന്നു. അവളുടെ പേരാണ് ചാരു. അവളുടെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട്. അവൾ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. താൻ എന്ത് സന്തോഷത്തോടെയാണ് കഴിഞ്ഞത്. തൻ്റെ അമ്മയോടൊപ്പം എന്തു രസമായിരുന്നു. ഇനി തനിക്ക് അമ്മയെ കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് അവൾ സങ്കടപ്പെട്ടു. അവളുടെ അമ്മയെ ഒരു കരിമ്പുലി അവൻ്റെ ഭക്ഷണമാക്കി. അവൾക്കത് കണ്ടു നിൽക്കേണ്ടി വന്നു. ഇതാലോചിച്ച് നിൽക്കുമ്പോഴാണ് ചോലയുടെ അപ്പുറത്ത് ഒരനക്കം. നിലാവെളിച്ചത്തിൽ അവൾ കണ്ടു, അതാ ഒരു കടുവ. അവൾക്ക് പേടിയായി. ധീര എന്നാണ് ആ കടുവയുടെ പേര്. ധീര നോക്കിയപ്പോൾ ചോലയുടെ അപ്പുറത്തൊരനക്കം. പെട്ടെന്ന് അവൾ അവിടേക്ക് ചെന്നു. അത് തൻ്റെ കുഞ്ഞാകാമെന്ന് അവൾക്ക് തോന്നി. അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് ഇന്ന് 3 ദിവസം തികയുന്നു. തിരഞ്ഞിട്ടും എവിടെയും കണ്ടില്ല. അവൾ ചാരുവിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് ധീരയ്ക്ക് അത് ഒരു മാൻപേട കുഞ്ഞാണെന്നും അതിൻ്റെ കാലിന് പരിക്കുണ്ടെന്നും മനസ്സിലായത്. തണുത്തു വിറച്ച് പേടിച്ചരണ്ട് നിൽക്കുന്ന ചാരുവിനെ കണ്ടപ്പോൾ അവൾക്ക് തൻ്റെ കുഞ്ഞിനെ ഓർമ്മ വന്നു. ചാരുവിനെ തനിച്ചാക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൾ അതിനെ സ്നേഹത്തോടെ നോക്കി. ചാരു പതുക്കെ ധീരയുടെ അടുത്തേക്ക് ചെന്നു. ധീര അവളെ പതുക്കെ തൻ്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി. ദിവസങ്ങൾ കഴിഞ്ഞു. ധീരയും ചാരുവും വളരെ അടുത്തു. ധീര അവളെ തൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ പരിപാലിച്ചു. അവർ ഒന്നിച്ചുറങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുറേ ചെന്നായ്ക്കൾ ചാരുവിനെ ആക്രമിക്കാനെത്തി. ധീര അവളെ അവരിൽ നിന്നെല്ലാം സംരക്ഷിച്ചു. കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. ഇപ്പോൾ ചാരുവിന് നന്നായി നടക്കാനും ഓടാനുമൊക്കെ കഴിയും. ഇനി അവൾക്ക് സ്വതന്ത്രയായി നടക്കാം. അങ്ങനെ ഒരു ദിവസം അവൾ മാൻകൂട്ടത്തിലേക്ക് പോകാൻ തയ്യാറായി. അവൾ നടന്നു നീങ്ങി. കുറച്ച് നടന്നപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ഈറനണിഞ്ഞ കണ്ണുകളോടെ തന്നെയും നോക്കി നിൽക്കുന്ന തൻ്റെ പോറ്റമ്മയെ അവൾ കണ്ടു. അവൾക്ക് സങ്കടമടക്കാനായില്ല. ഇത് തൻ്റെ അമ്മ തന്നെയാണ്, തന്നെ പോറ്റി വളർത്തിയ അമ്മ. അവൾ തിരിച്ച് ധീരയുടെ അടുത്തേക്ക് ചെന്നു. ധീരയ്ക്ക് സന്തോഷമായി. അവർ പിന്നീട് ഒരുമിച്ച് ജീവിച്ചു. അവർ 2 പേരും അമ്മയെയും കുഞ്ഞിനെപ്പോലെയും തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സ്നേഹം ഏതൊരുവനെയും മാറ്റിയെടുക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.